Nice to meet you. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളൊരു യാത്ര പോകാട്ട. വേറെ എങ്ങോട്ടല്ല, ഊട്ടിക്കാണ് നമ്മൾ പോണത്. ധനശക്തി ടീംസിൻ്റെ കൂടെയാണ്. ഒരു 6 മണിയോട് കൂടി നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. അങ്ങനെ 7 മണിയായപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മുടെ വടക്കുംചേരിയിലുള്ള ആര്യാസിലേക്കാണ് നമ്മൾ വന്നത്. അങ്ങനെ ഫുഡ് ഡേ എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഊട്ടിയിലേക്ക് യാത്ര വിട്ടു കേട്ടോ. പോണ വഴിയിൽ ഒരു 2 മിനിറ്റ് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നമ്മളെത്തിയപ്പോൾ നല്ല മഴയാണ്, നല്ല തണുപ്പുണ്ട്, ഒരു കൂളിംഗ് ഉണ്ട് ഇവിടെ. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇന്നത്തെ ലഞ്ച് ഇവിടെ തന്നെയാണ് കേട്ടോ. നമ്മുടെ കിട്ടിയോ? കിട്ടി. 202 നമ്മുടെ റൂം. തുറന്ന അപ്പോൾ ഇതാണ് നമ്മുടെ റൂമും കാര്യങ്ങളും. ഇവിടെ എത്തിയപ്പോൾ നല്ല തണുപ്പ്. ഒരു ഷെൽഫുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ മഴ തൂളിയോണ്ടിരിക്കുന്നുണ്ട്. നല്ല സൈലന്റ് ഏരിയ. ആകെ ബസ്സിലിരുന്നിരുന്ന് മടുത്തു പോയി. ഇവിടെ നമ്മൾ മാത്രമല്ല, കുറെ പേര് വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ബ്ലോഗിൽ നടക്കുമ്പോ ഓരോരുത്തരിങ്ങനെ നോക്കിയോണ്ടിരിക്കുന്നത് എന്തിക്കിടുന്ന് കാട്ടണേന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഇനി ലഞ്ചിൻ്റെ ടൈമായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കും. അതിനുശേഷം 3:30 3:30 നമ്മൾ കറങ്ങാനായിട്ട് പോകും. ഓക്കെ, ഒരു കാര്യം കാണിച്ചു തരാവേ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ആ വീടൊക്കെ നല്ല ഇഷ്ടമായി. നല്ല രസമുണ്ട്. ഊഞ്ഞാലൊക്കെ ആയിട്ട്. മഴ കഴിഞ്ഞിട്ടില്ല. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനത്തെ കുറേ ആയി കാണുന്നു. ഇങ്ങനെ നല്ല കളർഫുള്ളായിട്ട് ഇങ്ങനെ പെയിൻറ് ചെയ്ത് വെച്ചോണ്ടുണ്ട് ഇവിടെയൊക്കെ. ഇവിടെ നല്ല കുടുകുട തണുപ്പ് വരുന്നുണ്ട്. നല്ല കാറ്റ്, തണുത്ത കാറ്റ് വരുന്നുണ്ട്. പിന്നെ മഴയും പെയ്യുന്നുണ്ട്. നല്ല ഇവിടെ എത്തിയപ്പോൾ നല്ല തണുപ്പായി തുടങ്ങി. എങ്ങനെയാ അമ്മ എങ്ങനെയാ നോക്കിയതാവും അല്ലേ? ഇനി നമ്മള് ലഞ്ച് കഴിക്കാൻ പോവാണ്. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി പോവാൻ നിൽക്കാണ്. ബൈ. അങ്ങനെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. അമ്മ അവിടെ സംസാരിച്ചടക്കണ്ട്. ഞാൻ നേരെ റൂമിലേക്ക് പോന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. 3 മണിക്ക് നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡനും
ടീ ഫാക്ടറി വിസിറ്റ് ചെയ്യണം. നമ്മൾ കിടന്നുറങ്ങിയില്ല. ടൂർ വന്നിട്ട് എങ്ങനെ കിടന്നുറങ്ങുക അല്ല അമ്മ. ഞങ്ങളേ അവിടെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ പൂവൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. പൂവൊക്കെ നല്ല രസമുണ്ട്. അവിടെ ഫോട്ടോ സെക്ഷനാട്ടോ. ഫോട്ടോ എടുക്കുന്ന പരിപാടിയാണ്. ഫോട്ടോ എടുത്ത് കൊടുക്കുന്നു. പിന്നെന്താ ഞങ്ങളിനി ഡ്രസ്സൊക്കെ മാറി പോവാൻ നിൽക്കാറ്. ഞങ്ങളിനി പോണത് എങ്ങോട്ടാ? ബൊട്ടാണിക്കൽ ഗാർഡൻ. നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനും ടീ ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളൊരു 3 മണിയോട് കൂടി നമ്മൾ ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയും വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇവിടെ വരുന്തോറും ഇതൊക്കെ ഗ്ലാസ് ബ്രിഡ്ജാണ്. അടിപൊളിയാണ്. അമ്മേനെ കാണാനില്ലല്ലോ. ഇവിടെ വരാനായിട്ട് പേടിച്ച് നിൽക്കാണ്. വന്നോ വന്നോ. ശരിക്കും ഇവിടെ നിൽക്കുമ്പോ ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് പേടിച്ചിട്ട് അമ്മ പിന്നെ ഈ ഭാഗത്തേക്ക് വന്നില്ല. പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട്. കുഞ്ഞു 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 പൊടി 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 വീടുകളായിട്ടുണ്ട്. പേടിയാണ്. അവിടെ നിന്ന് അങ്ങോട്ടൊരു നല്ലൊരു ക്യൂ ആണ്. അവിടെ ഒരു ചേച്ചിയിരുന്ന് ചായ കുടിക്കുന്നുണ്ട്. നല്ല മണം കേട്ടോ. അവിടെ നിന്നപ്പോൾ നല്ല ചായയുടെ മണമാണ്. അവിടുന്ന് എല്ലാവർക്കും ഒരു വക ചായ ഉണ്ട്. അവരുടെ വക ചായ ഉണ്ട്. അറിയാതിരിക്കാൻ പറ്റില്ല. നല്ല അടിപൊളി ചായ കേട്ടോ. മൊത്തം ടീയുടെ ഷോപ്പാട്ടോ. ലെമൺ ടീ, ജിഞ്ചർ ടീ, മസാല ടീ, വൈറ്റ് ടീ. ഏതാ? ചോക്ലേറ്റ് ഇപ്പൊ കുടിച്ച ചായ എടുത്തോ. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഓയിൽസും അതുപോലെ തന്നെ ഹെർബൽ പ്രൊഡക്ട്സ് ഒക്കെ ആയിട്ടുള്ള ക്രീംസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ ഭാഗത്ത് നല്ല തിരക്കുണ്ട്. ഇനി നമ്മൾ പോണത് ചോക്ലേറ്റ് ഫാക്ടറിക്കാണ്. മിഠായി തരില്ല, ചോക്ലേറ്റ് തരില്ല. ഇതിങ്ങനെ ഓരോ നിലയായിട്ടാട്ടോ. ഏറ്റവും മുകളിലായിരുന്നു ടീ ഫാക്ടറി. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ നിലയ്ക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ചോക്ലേറ്റ് ഫാക്ടറി. ഇവിടെ നമുക്ക് ജാക്കറ്റ്സും സ്വെറ്റേഴ്സും അതുപോലെ തന്നെ നല്ല ബാഗ്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിനി ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോവാണ്. ആ ചേച്ചിക്ക് പറ്റിയ സാധനങ്ങൾ.
ഇതെന്ത് പൂവാ? ഊട്ടിപ്പൂ. ഊട്ടിപ്പൂ. മാങ്ങ. മറ്റേ പ്രേതത്തിന്റെ പാവനാണ്. പ്രേതത്തിന്റെ പാവയോ? എന്നബല്ല. നമ്മൾ ഇനി ഇങ്ങനെ ഈ തെരുവുകളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന വഴിയിലൂടെ തന്നെ നിറയെ ഷോപ്സ് ആണ്. പലതരം ഷോപ്സ് ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ അവിടെ നിന്ന് പിന്നെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. നല്ല രസമുണ്ടല്ലേ പുല്ലിങ്ങനെ വെട്ടിങ്ങനെ ഷേപ്പില്. ഗൈസ്, ഇനി ഞങ്ങളുടെ ഫോട്ടോ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഫോട്ടോഷൂട്ട്. അമ്മയ്ക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് എടുക്കാനാണ്. നമുക്ക് ഇവിടെ വന്നിട്ട് എടുക്കാം. ഈ മരത്തിൻ്റെ അടിയിൽ വന്നിട്ട് എടുത്താലോ അമ്മ? മരം സൂപ്പർ അല്ലേ? ഗൈസ്, ഇനി ഞങ്ങളുടെ ഫോട്ടോ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഫോട്ടോഷൂട്ട്. അമ്മയ്ക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് എടുക്കാനാണ്. നമുക്ക് ഇവിടെ വന്നിട്ട് എടുക്കാം. ഈ മരത്തിൻ്റെ അടിയിൽ വന്നിട്ട് എടുത്താലോ അമ്മ? മരം സൂപ്പർ അല്ലേ? ചളി ഉണ്ടാവട്ടെ അമ്മ. ആ പൂ ഒരു പട്ടിയിട്ടിട്ട് ഓടിപ്പിക്കുന്നുണ്ട്. ഞങ്ങളിതാ ഈ ഒരു ബണ്ടിൽ വാങ്ങിച്ചു. ഇത് ഊട്ടിപ്പൂ അല്ലേ? ഊട്ടിപ്പൂ 50 രൂപ. ഇൻഡോറ. അങ്ങനെ ഗൈസ്, ഞങ്ങള് ബൊട്ടാണിക്കൽ ഗാർഡൻ കണ്ട് കഴിഞ്ഞ് അവിടുന്ന് കുറെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് നമ്മളിനി തിരിച്ചു പോരാണ്. അതിൻ്റെ ഇടയിൽ എന്തൊക്കെ വാങ്ങിക്കാനുണ്ട്, അപ്പം അത് വാങ്ങിക്കണം. ഇവിടെ പലയിടത്തും പല റേറ്റാണ്. ഒരു സ്ഥലത്ത് വയ്ക്കുമ്പോൾ 150, അപ്പം അപ്പുറത്തെ കടയിൽ 100. ഇങ്ങനെ ഭയങ്കര അങ്ങനത്തെ കുറേ ഇത് കൂടുതൽ. ഇവിടെ കൂട്ടി വാങ്ങിക്കുമ്പോൾ അവിടെ നമ്മളിപ്പോൾ ഇനി എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോയില്ലെങ്കിൽ അവർ തെറി വിളിച്ചിട്ട് ശബ്ദിച്ചിട്ട് ഇവിടെ നോക്കി. ആ, ഇത് 1 വർഷം ഗ്യാരണ്ടി ഉണ്ടെന്ന്. ആ, പൂ 1 വർഷം ഗ്യാരണ്ടി. കളർ പോവോ? കളറ് 1 വർഷം அப்படியே ഉണ്ടാവും. അതെ, അത് ഗ്യാരണ്ടി. ഇത് ആയുസ്ക്ക് ഗ്യാരണ്ടി. വേണം. ചേട്ടൻ എനിക്ക് എന്നോട് ചോദിച്ചു ഇതിന് എത്ര രൂപ വേണമെന്ന്. ഞാൻ പറഞ്ഞു 100 രൂപയാന്ന്. അപ്പോൾ ആ ചേട്ടൻ എനിക്ക് 100 രൂപയ്ക്ക് തന്നു ഗൈസ്. ഇത് 90 പറയോ? അത് വേറെ ഇത് നല്ലതായിട്ടുണ്ടാവും. ക്വാളിറ്റി നല്ലതായിട്ടുണ്ടാവും. പട്ടിച്ച് വിൽക്കില്ലട്ടോ. 75. അണ്ണാ, നമ്മളൊക്കെ ഫ്രണ്ട്സ് മാതിരി. തൃശ്ശൂർക്കാര്
என்ன கிடைக்கும் சொல்லு பார்க்கலாம். താങ്ക് യു ബൈ. ഞങ്ങൾക്കൊരു നല്ലൊരു ചേട്ടനെ കിട്ടി. അപ്പോൾ ആള് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എത്ര രൂപയ്ക്കാണ് വേണ്ടത്? ഞങ്ങൾ പറഞ്ഞു 100 രൂപ. അത് ചാടക. അപ്പോൾ ആ ചേട്ടൻ തന്നു. ആൾക്ക് തൃശ്ശൂർക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആളാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കുറേ സാധനങ്ങൾ വില കുറച്ച് തന്നു. നല്ല ചേട്ടനായിരുന്നു. ചേട്ടന് കോടി പൊന്നുങ്ങൾക്ക് ആനക്ക് വില ചോദിച്ചാൽ പറയാൻ വരുവാന്ന് അറിയില്ല. അപ്പൊ ചിലപ്പോ നല്ല ക്യൂട്ട് ഗിനിപ്പന്നി. 50 രൂപയ്ക്ക് തരും 2 നമുക്ക് വെറും 100 രൂപ. 50 രൂപയ്ക്ക് തരും. അമ്മയുടെ ചോദ്യം 2 50 രൂപയ്ക്ക് തരുമെന്ന്. ഈ അമ്മ മൊത്തം ഇങ്ങനെയാണ്, എല്ലാ കടകളിലും ചെന്ന് ഇങ്ങനെ 100 രൂപ 50 രൂപയ്ക്ക് തരും. 130 രൂപയുടെ സാധനം 50 രൂപ 20 രൂപയ്ക്ക് തരും. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ താഴേക്ക് പോവാണ്. താഴെ ക്യാമ്പ് ഫയറും പരിപാടികളും നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഡിന്നർ. ഞങ്ങൾ വീണ്ടും റൂമിലേക്ക് തിരിച്ചു വന്നിട്ട് ഡ്രസ്സൊക്കെ വീണ്ടും മാറി. തണുപ്പ് പറ്റുന്നുണ്ടായിരുന്നില്ല ഫ്രോക്ക് ഇട്ടിട്ട്. അപ്പോൾ നേരെ വന്ന് ഡ്രസ്സ് മാറി ഇനി വീണ്ടും തിരിച്ചു പോകണം. പുറത്ത് നല്ല തണുപ്പുള്ള ഐസ്ക്രീം. അങ്ങനെ ഗായ്സ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തി. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡൊക്കെ ആയിരുന്നു. ഒരാൾ നോക്കിയ പൊതച്ചു മൂടി കിടക്കണേ. ഉച്ചയ്ക്ക് ഞാൻ വലിയ കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ ഫ്രോക്ക് ഇട്ടിട്ട് പോയി. ഞാൻ വേറെ കോട്ടൊന്നും ഇട്ടില്ല. എന്നിട്ട് കുറേ പേര് കോട്ടും സൂട്ടും ഗ്ലൗസും സോക്സും തൊപ്പിയൊക്കെ വെച്ച് വന്നപ്പോൾ ഞാൻ പിന്നെ അത്ര തണുപ്പൊന്നും ഇല്ലയെന്ന് ചോദിച്ചു. പക്ഷെ രാത്രി ആയപ്പോൾ നമുക്ക് കോട്ടും സ്വെറ്ററൊക്കെ ഇട്ടിട്ട് അത്ര നല്ല തണുപ്പായിരുന്നു. അങ്ങനെ പിന്നെ ക്യാമ്പ് ഫയർ അടിപൊളിയായിരുന്നു. ഇന്നത്തെ ഡേ ഒരു അടിപൊളി തന്നെയായിരുന്നു. അങ്ങനെ അപ്പോൾ നമ്മുടെ ഈ ഒരു ടൂറ് നടത്തിയത് മാർവൽ ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ്. നമ്മുടെ ഷിജുചേട്ടനാണ്. ഊട്ടിയിലെ ഡേ 1 ആണ്. ഇനി നമ്മൾ നാളെ ഇതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗുഡ് നൈറ്റ്.